അപ്പോൾ ഇന്നൊരു ചിക്കൻ കറി വെക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ ലാസ്റ്റ് ടൈം ചിക്കൻ കറി വെച്ചായിരുന്നു, വെരി ഫസ്റ്റ് ടൈം. ഓക്കെ, നല്ലതായിരുന്നു. അതിൻ്റെ പിക്ചർ ഞാൻ കൊടുക്കാം. ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ടൈം ബാക്കിയുള്ള ഒരു ചിക്കൻ പീസസ് ഉണ്ട്, അപ്പോൾ അത് വെച്ച് ചിക്കൻ കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. നേരത്തെ ചക്ക വീണു, മുയൽ ചത്തു എന്ന് സംഭവിച്ചതാണോ, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ചിക്കൻ കറി വെക്കാൻ അറിയാമോ, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഒരു പ്രോ ഷെഫാണോ എന്നൊക്കെ നോക്കാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1 കിലോ ചിക്കൻ പീസസാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം വാഷ് ചെയ്തു, നാരങ്ങയൊക്കെ ഇട്ടായിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ചിക്കന് വേണ്ടിയുള്ള മസാലകളാണ് ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നാരങ്ങ, പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 30 മിനിറ്റ്സ് ഞാനതിന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞു. അത് കഴിഞ്ഞാൽ നമ്മൾ സവാളയാണ് അരിയുന്നത്. 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി 10 എണ്ണമാണ് ഞാൻ എടുത്ത് വെച്ചത്. അതിൻ്റെ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തു. പിന്നെ പച്ചമുളക്. എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ പരിസരം ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ഓരോ പണി കഴിയുമ്പോഴും ഞാൻ ആ നിൽക്കുന്ന ഏരിയ ക്ലീൻ ആക്കും കേട്ടോ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഓണിയൻ, പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ. അപ്പോൾ നമ്മൾ ഓയിൽ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഓയിൽ ഒഴിക്കും. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും അതുപോലെ പച്ചമുളക് പിന്നെ ഓണിയനും കൂടി ഇട്ട് നമ്മൾ വഴറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് മസാലകൾ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. നമ്മൾ ഗരം മസാല, അതുപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ടൊമാറ്റോ പ്യൂരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കും. അങ്ങനെ ചിക്കൻ കറി റെഡിയായി. ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ റെഡി ആയിരുന്നു. ഞാൻ ടേസ്റ്റ് ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.